ധർമ്മവരം അഥവാ സിൽക്ക് സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടുത്തെ മാർക്കറ്റിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ചെറുകിട സ്ഥാപനങ്ങളാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. ചെറുകിട സ്ഥാപനങ്ങളുടെ ഇടയിലായിട്ട് വലിയ വൻകിട കുത്തക സ്ഥാപനങ്ങളും വന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഇവിടെ ഒരുപാടായിട്ട് മനസ്സിലാക്കാനും നമുക്ക് കഴിയും. അങ്ങനെ നമ്മൾ ഈ മാർക്കറ്റിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഇളനീന് വെച്ചിട്ടുള്ള ഒരു ഷോപ്പ്, ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഷോപ്പുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വില പേശുന്ന ഒരു ഏരിയയാണ് ഇവിടുത്തെ ഒരു കൾച്ചർ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ നമ്മൾ മാർക്കറ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ മാർക്കറ്റിലേക്കുള്ള കവാടമാണ് ആ കാണുന്നത്. ഈ ഒരു യെല്ലോ നിറത്തിലുള്ള റെഡ് ഷൈനിങ് എല്ലാം കൊടുത്തിട്ടുള്ള ഈ ഒരു സംഭവം ഗവൺമെൻറ്റിൻ്റെ ഫുഡ് കൊടുക്കുന്ന ഒരു ഏരിയയാണ്. 3 നേരത്തും വിവിധ തരം ഫുഡുകൾ, ഒരു ടോക്കണ് 5 രൂപ എന്നുള്ള രീതിയിൽ ഒരു നേരത്തെ ഭക്ഷണം പല ആളുകൾക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ നിന്നും കഴിക്കാം എന്നുള്ളതാണ്. ഒരു നേരത്തെ വിശപ്പ് അകറ്റുക എന്നുള്ളതായിരിക്കാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെയുള്ള പഴങ്ങൾ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പഴം പെടല, അതുപോലെ പഴം എണ്ണീറ്റ് ഒരു നിശ്ചിത വിലക്ക് തരികയാണ് ചെയ്യുക. കിലോ തൂക്കിയിട്ട് കൊടുക്കുന്ന ഒരു പ്രവണത കാര്യങ്ങളൊന്നും അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ കിലോ തൂക്കിക്കഴിഞ്ഞാലും കൂടുതൽ റേറ്റ് നമ്മുടെ നാട്ടിൽ 25 രൂപ 30 രൂപ റോബസ്റ്റ് പഴത്തിൻ്റെ വിലയാണ് എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള പഴത്തിൻ്റെ വിലയാണ് എങ്കിൽ, ഇവിടെ അതിന് 60 രൂപ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം. പല സംഭവങ്ങളും നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാർക്കറ്റിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇതുപോലത്തെ വർക്ക്ഷോപ്പുകളെല്ലാം തന്നെ തുടക്കത്തിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വർക്ക്ഷോപ്പിൻ്റെ ആ ഒരു രീതിയാണ് നമ്മളെ മാറ്റി ചിന്തിപ്പിച്ചത്. പിന്നീട് ഇങ്ങനെ മുന്നിലേക്ക് പോകുമ്പോൾ ഉന്തുവണ്ടിയിൽ പല വിധത്തിലുള്ള സാധനങ്ങളും വിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. മുളകുകളാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് സാധനം. അങ്ങനെ കുറച്ച് മുന്നിലേക്ക് പോയപ്പോൾ ഇതുപോലെ ഒരു മുള കൊണ്ടുണ്ടാക്കിയ വിവിധ തരം സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പ് കാണാൻ സാധിച്ചു. പിന്നീട് മുന്നിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിലേതുപോലത്തെ ഷോപ്പുകൾ, പലചരക്ക് സാധനങ്ങൾ വിൽക്കുന്ന ഹോൾസെയിൽ കടകളൊക്കെ തന്നെ കാണാനൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടി മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലെ ചാക്കിലാക്കി നിരത്തി വെച്ചിട്ടുള്ള ഒരു കച്ചവട രീതിയും നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ നമ്മൾ മുന്നിലേക്ക് ചെന്നപ്പോൾ ഇതുപോലത്തെ ഒരു മാർക്കറ്റിലേക്കാണ് എത്തിപ്പെട്ടത്. എല്ലാ സ്ഥലങ്ങളിലും പുറത്തേക്ക് ഇറക്കിയിട്ടിട്ടാണ് കച്ചവടം നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു രീതി ഇവർ സ്വീകരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഒരു മൂലക്കലായിട്ട് ഇതുപോലെ ഉള്ളിച്ചാക്കുകളൊക്കെ തന്നെ ചീഞ്ഞ സ്മെല്ല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വളരെയധികം വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിലാണ് നമുക്കിത് കാണാൻ സാധിച്ചത്. ഇതിൽ നിന്നും ഒരുപാട് നല്ല ഉള്ളികളും കാണാൻ സാധിക്കുന്നുണ്ട്. കുറഞ്ഞൊരു ഏരിയ ചീഞ്ഞു പോയത് കൊണ്ട് ആ ഒരു ചാക്ക് അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ മാർക്കറ്റിൻ്റെ വേറൊരു ഏരിയയിലേക്ക്, ഒരു എൻട്രിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ കാഴ്ചയാണ് റോഡിൻ്റെ നടുക്കിലൊക്കെ ആയിട്ട് ഇതുപോലത്തെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇരു സൈഡുകളിലും ബൈക്ക് വിലങ്ങടിച്ച് പാർക്കിംഗ് ചെയ്തത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലേക്കുള്ള വാഹനപ്രവാഹത്തിൻ്റെ ഒരു ഒഴുക്കിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു സിറ്റുവേഷനും രീതിയൊക്കെ ഇങ്ങനെയാണ്. പിന്നീട് നമ്മൾ നല്ല പൂക്കൾ വിൽക്കുന്ന ഒരു കട കാണാൻ സാധിച്ച്. ഇത്രത്തോളം പൂക്കൾ ഇവിടെ പോവുമോ എന്നുള്ളതാണ് എന്നെ ഇങ്ങനെ ചിന്തിപ്പിച്ചത്. ഇത് ചിലവായിട്ടില്ല എങ്കിൽ എത്രത്തോളം നഷ്ടം ഇവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഞാനിങ്ങനെ വിലയിരുത്തിയത്. പിന്നീട് നമ്മുടെ മാലിക്കിനെ നിർത്തിയതിൻ്റെ തൊട്ടടുത്തായിട്ട് എത്തിയപ്പോൾ ഇതുപോലെ ഇളനീർ വിൽക്കുന്ന ഒരു ഷോപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇളനീർ കുടിച്ചിട്ട് ആകാം ഇനി യാത്ര എന്നുള്ള രീതിയിൽ നമ്മൾ ഓർഡർ ചെയ്യുകയാണ്. ഈ ഒരു ചൂടത്ത് ഇളനീർ കിട്ടിയപ്പോൾ അത് കുടിച്ചപ്പോൾ ഉണ്ടായ ഒരു ഫീലിങ്സ് അത് വേറെ തന്നെയായിരുന്നു. നമ്മൾ മാലിക്കിനെ നിർത്തിയിട്ടുള്ളത് ധർമ്മവരം കോടതിയുടെ ഒക്കെ അടുത്തായിട്ടാണ്. കടം കൊടുത്ത ക്യാഷ് തിരിച്ചു ചോദിക്കാൻ വരുന്നത് പോലെയാണ് ഈ ഒരു വ്യക്തി നമ്മളോട് യാചിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അയാളുടെ സിഗരറ്റൊക്കെ പിടിച്ച് ഒരു ഗുണ്ടായിസ രീതിയിൽ